തിരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിക്ക് ഒപ്പമോ? സർവേ ഫലം വ്യക്തമാക്കുന്നത് എന്താണ്? യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും പല രാജ്യങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളതിന് ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനിടയുണ്ട്. ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന പുൽവാമ ഭീകരാക്രമണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആകാംക്ഷ അതുകൊണ്ട് തന്നെ തികച്ചും സ്വാഭാവികമാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുക ഭീകരാക്രമണവും തുടർ നടപടികളുമായിരിക്കുമെന്ന് പ്രമുഖ ബ്രോക്കേജ് സ്ഥാപനമായ CLSAയുടെ സർവേ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ആർക്കായിരിക്കും നേട്ടമെന്ന് സർവേ വ്യക്തമാക്കുന്നില്ല. രാജ്യസുരക്ഷാ വിഷയത്തിൽ കനത്ത ആഘാതമേൽപ്പിച്ച പുൽവാമ ഭീകരാക്രമണം രാഷ്ട്രീയ മാനങ്ങൾ തേടുന്ന അവസരത്തിലാണ് ഇത് എങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ആദ്യ തിരിച്ചടിക്ക് ശേഷം എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക എന്നത് സുപ്രധാനമാകും. ഇക്കാര്യം തിരഞ്ഞെടുപ്പിലെ നിർണായക ഘടകമായി മാറുമെന്ന് പ്രമുഖ ബ്രോക്കേജ് സ്ഥാപനമായ CLSAയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പരസ്യ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് മുതിരാത്ത കോൺഗ്രസിനെയാണോ പ്രതിരോധത്തിൽ ഊന്നുന്ന BJP ആണോ സംഭവം സഹായിക്കുക എന്ന കാര്യം റിപ്പോർട്ടിൽ പറയുന്നില്ല. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയിൽ പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ് കോൺഗ്രസിന് പുതിയ ഊർജം പകരുമെന്ന് വ്യക്തമാക്കുന്നു. UPയിലെ BSP-SP സഖ്യം BJPക്ക് ദേശീയതലത്തിൽ വലിയ വെല്ലുവിളിയായി മാറും. ഈ സഖ്യത്തിനൊപ്പം നേരിട്ടോ അല്ലാതെയോ കോൺഗ്രസിന് പങ്കുചേരാനായില്ലെങ്കിൽ UPയിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനാവില്ല. കേന്ദ്രത്തിന്റെ ക്ഷേമ പദ്ധതികൾ വോട്ടർമാരെ സ്വാധീനിച്ചാലും കഴിഞ്ഞ തവണ UPയിൽ നേടിയ 71 സീറ്റിൽ നിന്ന് BJPക്ക് 40-45 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വരും. പശുഹത്യയുടെ പേരിലുള്ള ആക്രമണങ്ങൾ കർഷകരുടെ വ്യാപാര കൈമാറ്റത്തെയും വരുമാനത്തെയും സാരമായി ബാധിക്കും. 2004-ലെ തരംഗം ദൃശ്യമല്ലെങ്കിലും രാജ്യത്തെ ചില സാമുദായിക വിഭാഗങ്ങളുടെ ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനപ്രിയത നിലനിർത്താൻ കഴിയുന്നുണ്ടെന്നും CLSAയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.